നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്തൊരു ഫലം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: ചക്ക. പുതിയ തലമുറയ്ക്ക് ഈ ഫലം അത്ര ജനപ്രിയമായിരിക്കില്ല. പക്ഷെ മധുരമുള്ള ഈ ഫലത്തിന് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട്. പലതരത്തിൽ നമുക്ക് ഈ പഴം കഴിക്കാം. മാത്രമല്ല പല വിഭവങ്ങളാക്കി നമുക്ക് പാചകം ചെയ്യുകയും ചെയ്യാം. അതുപോലൊരു വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് വേണ്ട ചേരുവകൾ ഏതെന്ന് നോക്കാം. 1 കപ്പ് ചക്ക അരിഞ്ഞെടുക്കണം. പച്ചച്ചക്ക ആയിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചെറുതായിട്ട് അരിയണം. 1 മുറി തേങ്ങ ചിരകിയത്, 5 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 അല്ലി നടുവേ കീറിയത്, 1 സ്പൂൺ ജീരകം, ഇച്ചിരി കായം കുറച്ച് മതി, 3-4 അല്ലി കറിവേപ്പില. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി ഉണ്ടാക്കുന്ന വിധം നോക്കാം. ആദ്യമേ ചക്ക അരിഞ്ഞത് ഒരു കുക്കറിൽ വെക്കുക. കുക്കറില്ല എങ്കിൽ അത് വേവിക്കാൻ പറ്റുന്ന പാത്രമായാലും മതി. ഇതിലേക്ക് മുളക്, മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായവും കൂടി ഇട്ട് അടച്ച് വെക്കണം. തീ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വെക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകൾ, അതായത് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മുളക് പൊടി. ഇനി മുളക് പൊടി വേണ്ട എന്നാണെങ്കിൽ മുളക് പൊടി അവോയ്ഡ് ചെയ്യുക, അത് ഓപ്ഷനിലാണ്. അത്രയും അരച്ചെടുക്കണം. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്ന കാലത്ത് ചക്കയുടെ സീസണിൽ മിക്ക വീടുകളിലും കാണുന്ന ഒരു കറിയായിരുന്നു ഇത്. ഇടക്കാലം കൊണ്ട് അതിന് പ്രചാരം ഇല്ലാതായി. എന്നാൽ ഇപ്പോൾ പച്ചച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പ്രമേഹത്തിന് ഗുണമേറുന്നു ആണെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഈ കറികൾ തലപൊക്കി തുടങ്ങിയത്. തേങ്ങ അരച്ച് കെട്ടി. ഇനി കുക്കറിൻ്റെ വിസിൽ കളഞ്ഞ ശേഷം അതൊന്ന് മൂടി പൊക്കി നോക്കി വെന്തോ എന്ന് നോക്കാം. ചിലർ ഇതിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു കൂടി ചേർക്കാറുണ്ട്. അതും ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരു കൂടെ ചേർക്കാം. വെന്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇതിനെ ഉടച്ച് അരച്ച തേങ്ങ ഇട്ട് ഒന്നുകൂടെ ഇളക്കാം. വെള്ളം പോരാ എന്ന് തോന്നുന്നവർക്ക് വെള്ളവും കൂടി ചേർക്കാം. ഒരു 5 മിനിറ്റ് ചെറു തീയിൽ ചൂടാക്കാം. ഇനി കടുക് വറുക്കാം. കടുകും ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ വറ്റൽമുളക് ഇട്ടിട്ടില്ല, കാരണം കയ്യിലില്ലാഞ്ഞുകൊണ്ടാണ്. ഇനി കടുക് വറുത്തത് നമുക്ക് ഈ കൂട്ടാനിലേക്ക് ചേർത്ത് ചൂടോടെ വിളമ്പാം. അങ്ങനെ സ്വാദിഷ്ടമായ ചക്ക എരിശ്ശേരി തയ്യാറായി. എല്ലാവരും വീട്ടിലൊന്ന് പരീക്ഷിച്ച് കമൻ്റ് അറിയിക്കണേ. ഇനിയൊരു സ്പെഷ്യൽ ടിപ്പാണ്. ഈ ഒരു എരിശ്ശേരിയിൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറിയും കൂടെ ഒന്ന് ഒഴിച്ച് ചേർത്തൊന്ന് കൂട്ടി നോക്കുന്ന വേറൊരു ടേസ്റ്റ് ആവും. അങ്ങനെ നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. കോട്ടയം സ്റ്റൈൽ മീൻ കറി വയ്ക്കുന്ന വേറൊരു വീഡിയോയുമായി വരും വരയ്ക്കും ബൈ.